ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പഠിച്ചു. നമ്മളതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഫെറസ് മെറ്റീരിയൽസ്, ടൈപ്സ് ഓഫ് ഫെറസ് മെറ്റീരിയൽസ്, അതിൽ ഓരോ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഫെറസ് മെറ്റീരിയൽസിൻ്റെ, അതായത് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ വർക്ക് മെറ്റീരിയൽസ്, മെഷീനറീസിൻ്റെ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിനെ കുറിച്ചാണ്. കട്ടിംഗ് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ, അതായത് അതിൻ്റെ കട്ടിംഗ് ടൂൾ ജോമെട്രി, അതിൻ്റെ കട്ടിംഗ് ടൂളിൻ്റെ ഒരു ടെർമിനോളജി എന്തൊക്കെയാണെന്നും ഓരോ കട്ടിംഗ് ടൂളിൻ്റെ ഒരു ആംഗിൾസ്, കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. പ്രസൻറ്റേഷൻ ഓൺ കട്ടിംഗ് ടൂൾസ്. What is cutting tool? A cutting tool is any tool that is used to remove material from the workpiece by means of shear deformation. Cutting may be accomplished by single point and multi-point cutting tools. അപ്പോൾ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ് ഏതൊക്കെ ഓപ്പറേഷൻസിലാണ് ഉപയോഗിക്കുക? ടേണിങ്, ഷേപ്പിംഗ്, പ്ലെയിനിങ്, സിമിലർ ഓപ്പറേഷൻസ്. ദെൻ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾ മില്ലിംഗ്, ഗ്രൈൻഡിങ്, ഡ്രില്ലിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ടിംഗ് ടൂളിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. കട്ടിംഗ് ടൂൾ ഇസ് യൂസ്ഡ് ടു റിമൂവ് മെറ്റീരിയൽ. അപ്പോൾ കട്ടിംഗ് ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വർക്ക് പീസിനെ അതിൻ്റെ യൂസബിൾ പാർട്ടായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതിൽ ആ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ഷിയറിംഗ് എന്ന് പറയുന്നത്. ഷിയറിംഗ്. ഇനി ഷിയറിംഗ് നിങ്ങളെ സാധാരണ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അറിയില്ല, നിങ്ങൾ ചില സമയം ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നതാണ്. ഷിയറിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ഡിഫോമിങ് ഓപ്പറേഷനാണ്. അതിൽ മെറ്റൽ റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷിയറിംഗ് എന്ന അടുത്തൊരു സ്ലൈഡിൽ നോക്കിയാൽ ചില സമയം മനസ്സിലാവും. ഇതാണ് ഷിയറിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മെറ്റീരിയൽ ബൈ ഒരു പ്ലെയിനിലൂട്ടിയുള്ള ഷിയറിംഗ് ആക്ഷൻ കൊണ്ട് റിമൂവ് ചെയ്യുന്ന, മെറ്റീരിയലിന് ഒരു ഡിഫോർമേഷൻ ഉണ്ടായിട്ട് അതിൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ ഷിയർ പ്ലെയിൻ തിയറി അതിൽ ശരിക്കും കാണാൻ പറ്റും. ഒരു ഷിയറിങ്ങിനൊരു എക്സാമ്പിൾ നിങ്ങൾ പറയുന്നത് ഒരു സിസറിൻ്റെ ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഷീറ്റ് മെറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ഷിയറും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഷിയറിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആ മെഷീനൊക്കെ ചെയ്യുന്ന ആക്ഷനാണ് ഷിയറിംഗ് എന്ന് പറയുന്നത്. ഷിയറിങ്ങിൽ നമ്മളൊരു കത്രിക ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ആ രണ്ട് കട്ടിങ് എഡ്ജസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ അതിനെ ആ ഒരു പ്ലെയിനിലോട്ട് അതിനെ ഡിഫോം ചെയ്യുകയാണ്. അങ്ങനെയാണ് അവിടെ കട്ടിങ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫസ്റ്റ് ഷിയർ പ്ലെയിൻ തിയറിയിൽ അവിടെ മെറ്റൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് പോവാണ്. ഒരു മെറ്റലിൻ്റെ ഒരു ലെയർ മറ്റൊരു ലെയറിന് മുകളിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു ആക്ഷൻ, അതിനാണ് ഷിയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ ടൂൾ ചിപ്പ് എന്നൊക്കെ എഴുതിയിട്ട് ആ ഫിഗറിൽ കാണാൻ പറ്റും. ഇവിടെ ഈ T1 T2 TC ആ വർക്കിൻ്റെ ആ ഒരു മുകളിൽ കാണുന്നതാണ് ചിപ്പ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചിപ്പാണ് റിമൂവ് ചെയ്ത് പോണ മെറ്റീരിയൽ വർക്ക് നടത്തുകയാണ് വർക്ക് പീസ് മെറ്റീരിയൽ. അപ്പോൾ അവിടെ ഒരു ചെരിഞ്ഞിട്ടുള്ളൊരു അതിനാണ് ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഷിയറിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഷിയറിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഷിയറിങ് ആക്ഷനിലൂടെയാണ് മെറ്റൽ റിമൂവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളുണ്ട്, മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഇനി അതിൻ്റെ താഴത്തെ നാം നോക്കാം. കട്ടിംഗ് ടൂൾസ് മസ്റ്റ് ബി മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഹാർഡർ ദാൻ ദ മെറ്റീരിയൽ വിച്ച് ഈസ് ടു ബി കട്ട് ആൻഡ് ദ ടൂൾ മസ്റ്റ് ബി ഏബിൾ ടു വിസ്റ്റാൻഡ് ദ ഹീറ്റ്. അപ്പോൾ കട്ടിംഗ് ടൂളിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണമെന്ന് ഫസ്റ്റ്ലി ബേസിക്കായിട്ട് കട്ടിംഗ് ടൂള് അത് കട്ട് ചെയ്യുന്ന മെറ്റീരിയലിനെക്കാളും ഹാർഡറായിരിക്കണം, അല്ലേ? ഏതൊരു മെറ്റീരിയലിന് ഹാർഡറായിട്ട് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയമണ്ട് ഉപയോഗിക്കുന്നു, അതുപോലെ മരം ചെയ്യാൻ വേണ്ടി ഇരുമ്പ് ഉപയോഗിക്കുന്നു, അല്ലേ? മരത്തിന് മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുമ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ എപ്പോഴും കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയലിനെക്കാട്ടും കട്ട് ചെയ്യേണ്ട മെറ്റീരിയലിനെക്കാട്ടും ഹാർഡറായിരിക്കണം. ഓക്കെ, ദെൻ മെറ്റൽ വർക്കിങ്ങിൻ്റെ കേസിൽ എന്തായിരിക്കണം? കുറേ പ്രോപ്പർട്ടീസ് അതിനുണ്ടായിരിക്കണം. ഒന്നാമത് അത് ഹാർഡറായിരിക്കണം. ദെൻ അത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, അതായത് ഈ ഷിയറിംഗ് ആക്ഷൻ നടക്കുന്ന സമയത്ത് കുറേ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. കാരണം അവിടെ മെറ്റൽ ഡിഫോർമേഷൻ നടക്കുന്നത്, അതുകൊണ്ട് കുറേ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ആ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അതിൽ. അതായത് അത് ഹീറ്റ് ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന ചില സമയത്ത് ചില മെറ്റൽസ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഹാർഡ്നെസ്, കട്ടിങ് എബിലിറ്റി, ഇതൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന് അതിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. കൂടാതെ അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന് അതിനെ കണ്ടക്ട് ചെയ്ത് കളയണം. ആ ഒരു പോയിന്റിൽ ജനറേറ്റ് ചെയ്യുന്നതിനെ പെട്ടെന്ന് തന്നെ കണ്ടക്ട് ചെയ്ത് കളയാനുള്ള പ്രോപ്പർട്ടീസ് അതിനുണ്ടായിരിക്കണം. ഓക്കെ, ഇത് വായിച്ചാൽ മനസ്സിലാവും. ഏബിൾ ടു വിസ്റ്റാൻഡ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ മെറ്റൽ കട്ടിംഗ് പ്രോസസ് ആൻഡ് ഓൾസോ ടൂൾ മസ്റ്റ് ഹാവ് ദ സ്പെസിഫിക് ജോമെട്രി വിത്ത് ക്ലിയറൻസ് ആംഗിൾസ്
designed so that the cutting edge can contact the workpiece without the rest of the tool dragging onto the workpiece. The angle of the cutting face is also important as in the flute, width, number of flutes, the margin size, in order to have a good working life. അതായത് കട്ടിങ് ടൂൾസിന് ചില ആംഗിൾസ് ഒക്കെ ഉണ്ട്, ക്ലിയറൻസ് ആംഗിൾ, റേക്ക് ആംഗിളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിരിക്കണം. കാരണം അപ്പോൾ ക്ലിയറൻസ് ആംഗിൾ ശരിയായില്ലെങ്കിൽ എന്ത് കട്ടിങ് ടൂള് വർക്ക് പീസുമായിട്ട് റബ്ബ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ടിങ് നടക്കില്ല. അപ്പോൾ റബ്ബിങ് കൊണ്ട് വളരെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും, പിന്നെ ഡാമേജ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് കട്ടിങ് ടൂൾസ്. നേരത്തെ പറഞ്ഞത് ഞാൻ ടൈപ്സ് ഓഫ് കട്ടിങ് ടൂൾ പറഞ്ഞു. കട്ടിങ് ടൂളിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളുണ്ട്, മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂളുണ്ട്. വീഡിയോ ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യത്തെ 2 വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അത് സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളാണ്. അടുത്ത 2 വീഡിയോ മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂൾസാണ്. അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ സിംഗിൾ കട്ടിങ് എഡ്ജസാണ് ഉള്ളത്. അതേസമയം മറ്റേ 2 വീഡിയോയിൽ മൾട്ടിപ്പിൾ കട്ടിങ് എഡ്ജസ് കൊണ്ടാണ് അത് കട്ട് ചെയ്യുന്നത്. സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ് എഡ്ജസ് ഒന്നാണ് ഉണ്ടാവുക. അപ്പോൾ മറ്റേ മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂളിൽ കുറേ കട്ടിങ് എഡ്ജസ് ഉണ്ടാവും. നിങ്ങൾ എക്സാമ്പിൾ താഴെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ കിടന്ന ഇടത് ഭാഗത്തിൽ സിംഗിൾ പോയിൻറ്റ് കട്ടിങ് നിങ്ങൾക്ക് കാണാം, ഒരു കട്ടിങ് എഡ്ജസ് ഒന്നേ ഉള്ളൂ. മറ്റേതിൽ കട്ടിങ് പോയിൻറ്റ്സ് കൂടുതലുണ്ട്. കണ്ടോ, നിങ്ങളൊരു സർക്കുലർ ആയിട്ടുള്ള ആ ഡിസ്കിന് ചുറ്റും കട്ടിങ് എഡ്ജസ് ഉണ്ട്. ഇത് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഡ്രിൽ ബിറ്റാണ്. ഡ്രിൽ ബിറ്റിൽ ഇത് കട്ടിങ് എഡ്ജസ് കുറേ ഉണ്ടാവും. മോർ ദാൻ വൺ അതാണ് ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ വൺ ആണ് മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂൾ എന്ന് പറയുന്നത്. ഇനി അത് സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂൾസ് ഉപയോഗിക്കുന്ന മെഷീനറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ ലെയ്ത്ത്, ഷേപ്പിംഗ് ടൂൾസ്, പ്ലെയിനിങ് ടൂൾസ്. ദെൻ മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂൾ ഉപയോഗിക്കുന്നത് മില്ലിംഗ് കട്ടർ, ഗ്രൈൻഡിങ് വീൽ, ETC അതൊക്കെ മുതലായവ. ഓക്കെ, അപ്പോൾ സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളും മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂളും. ഇനി നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ കാണാം. ഇതൊക്കെയാണ് സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂൾ. നമുക്ക് എല്ലാത്തിനും നോക്കിയാൽ മനസ്സിലാവും. ഇതാ സിംഗിൾ പോയിൻറ്റ്സ് ഉണ്ടാവുക കട്ടിങ് ടൂളിൽ. ഇനി മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂൾ നിങ്ങൾക്ക് കാണാം. ഇതാ കട്ടിങ് എഡ്ജസ് മോർ ദാൻ വൺ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് പല ടൈപ്പ് ഓഫ് മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂൾസാണ് ഈ ഫിഗേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, കട്ടിങ് ടൂളിൻ്റെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് കട്ടിങ് ടൂൾസ് വിത്ത് ഇൻസേർട്സ് ആൻഡ് സോളിഡ് കട്ടിങ് ടൂൾസ്. സോളിഡ് കട്ടിങ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടിങ് ടൂൾ മൊത്തം ഒരു മെറ്റീരിയലാണ്. കട്ടിങ് ടൂൾ മെറ്റീരിയൽ ആകുമ്പോഴാണ് സോളിഡ് കട്ടിങ് ടൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽ ഒരു വലിയ ഒരു കട്ടിങ് ടൂളിൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ ആ ഒരു പീസ് മൊത്തം സെയിം കട്ടിങ് ടൂൾ മെറ്റീരിയലാണ്. അപ്പോൾ ചില കേസിൽ, അതായത് കാർബൈഡ്സിൻ്റെ ഒക്കെ കേസിൽ ഡയമണ്ട് അതൊക്കെ നിങ്ങൾക്കറിയാം. ഡയമണ്ടൊക്കെ എത്ര കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കാർബൈഡ്, ക്യൂബിക് ബോറോൺ നൈട്രൊക്കെ ഭയങ്കര കോസ്റ്റ്ലി മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വലിയ ബ്ലോക്ക് ആ മെറ്റീരിയലിനെ കൊണ്ടുണ്ടാക്കുന്നത് അൺഎക്കണോമിക്കലാണ്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു കട്ടിങ് മെറ്റീരിയലിൽ ഒരു ചെറിയ ഒരു ടിപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെന്ത് ചെയ്യും, അത് വേറൊരു മെറ്റീരിയലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യും. അതായത് വേറൊരു മെറ്റീരിയലിന് അതിന് ആ ഒരു ടെമ്പറേച്ചർ, സ്ട്രെങ്ത്ത്, ഷോക്കൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്യും. അത് പല പ്രോസസ്സുകൾ കൊണ്ട് ഫിക്സ് ചെയ്യും. അതിന് മെക്കാനിക്കൽ ഹോൾഡിംഗ് ഉണ്ട്, ബ്രേസിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ചെറിയ ഒരു ബിറ്റ്, കട്ടിങ് ടൂൾ മെറ്റീരിയലിൻ്റെ ഒരു ബിറ്റ് കട്ടിങ് നടത്തും. ബാക്കി താഴെയുള്ള പോർഷൻ അതിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ടായിട്ട് നടക്കും. അപ്പോൾ അങ്ങനത്തെ കേസ് എന്താ, വളരെ ചെറിയൊരു പീസ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് കട്ടിങ് ടൂൾസ് വിത്ത് ഇൻസേർട്സ്. അപ്പോൾ അതിൻ്റെ ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കട്ടിങ് ടൂൾ വിത്ത് ഇൻസേർട്ട്. അതിൽ ചെറിയ ഇൻസേർട്ടുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് താഴെ കാണാം. ചെറിയ ചെറിയ വർക്ക് ടൂൾ ബിറ്റുകൾ കണ്ട ആ ബിറ്റുകളാണ് ഈ ഒരു വലിയ സാധനത്തിന് മുകളിൽ, കട്ടിങ് ടൂൾ ഹോൾഡറാണ് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, അതേസമയം സോളിഡ് കട്ടിങ് ടൂൾസാണ് നിങ്ങൾ ഇതിൽ കാണുന്ന സോളിഡ് കട്ടിങ് ടൂൾ കണ്ട നിങ്ങൾ അതിൽ സോളിഡ് ആയിട്ടുള്ള മൊത്തം കട്ടിങ് ടൂൾ സെയിം മെറ്റീരിയൽ ആയിരിക്കും. അതാണ് സോളിഡ് കട്ടിങ് ടൂൾസ്. നെക്സ്റ്റ് ഇത് നമുക്ക് ടൂളിൻ്റെ ടെർമിനോളജി, അതായത് ഒരു കട്ടിങ് ടൂളിൻ്റെ എന്തൊക്കെയാണ് കട്ടിങ് ടൂളിൻ്റെ ആംഗിൾസ്, കട്ടിങ് ടൂളിൻ്റെ പാർട്സിൻ്റെ ഒരു പേരൊക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളടുത്ത പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊരു ഫിഗർ നോക്കാം. ഇതാണ് ഫിഗർ. ഇതിൽ നമുക്ക് ആദ്യത്തെ എന്താ, ഷാങ്കാണ്. ദ മെയിൻ ബോഡി ഓഫ് ദ ടൂൾ ഈസ് നോൺ ആസ് ഷാങ്ക്. ഇറ്റ് ഈസ് ദ ബാക്ക്വേർഡ് പാർട്ട് ഓഫ് ദ ടൂൾ വിച്ച് ഈസ് ഹെൽഡ് ബൈ ദ ടൂൾ പോസ്റ്റ്. നമ്മൾ ബാക്ക് നോക്കാം. ഈ ഒരു പോർഷൻ, അതായത് ടൂളിൻ്റെ ബാക്കിലുള്ള, അതായത് അത് ടൂളിനെ ഹോൾഡ് ചെയ്യുന്ന ആ പോർഷൻ, ടൂളിൻ്റെ ബാക്കിലുള്ള ആ ടൂളിനെ ഹോൾഡ് ചെയ്യുന്ന ആ പോർഷനാണ് എന്താ പറയുക, ഷാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഫേസ്.
The top surface of the tool on which chip passes after cutting is known as face. It is the horizontal surface adjusted with the cutting edges. നോക്കാം, ഇതിൽ കട്ടിങ് എഡ്ജ് നിങ്ങൾ എൻഡ് കട്ടിങ് എഡ്ജ് എന്ന് കണ്ട എൻഡ് കട്ടിങ് എഡ്ജ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു പോർഷൻ അതിനാണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് ഈ എൻഡ് കട്ടിങ് എഡ്ജാണ് ശരിക്കും കട്ടിങ് നടക്കുക. അപ്പോൾ ഈ ചിപ്പ് കട്ട് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ ഫ്ലോ ചെയ്ത് പോകുന്ന ആ ഒരു പോർഷനാണ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, ഫ്ലാങ്ക്. Sometimes the flank is known as cutting face. It is the vertical surface adjacent to the cutting edge. According to the cutting edge, there are two flanks. നമുക്ക് നോക്കാം, ഫ്ലാങ്ക് നിങ്ങൾക്ക് കാണാം താഴെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലാങ്ക്. അപ്പോൾ കട്ടിങ് എഡ്ജസിന് താഴെയുള്ള വെർട്ടിക്കൽ പാർട്ടിനാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കട്ടിങ് എഡ്ജ് ഉണ്ട്, എൻഡ് കട്ടിങ് എഡ്ജ് ഉണ്ട്, സൈഡ് കട്ടിങ് എഡ്ജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് കട്ടിങ് എഡ്ജസിന് താഴെയും വെർട്ടിക്കൽ പോർഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഫ്ലാങ്ക് ആയിട്ട് കണക്കാക്കാം. അതാണ് ഇതിൽ പറഞ്ഞത്. According to the cutting edge, there are two flank, side flank and end flank. Then nose or cutting point. The point where the both cutting edge meets is known as cutting point or nose. It is in the front of the tool. Nose എന്ന് നോക്കാം, ഇത് നിങ്ങൾ നോക്കാം, സൈഡ് കട്ടിങ് എഡ്ജ് നിങ്ങൾ കണ്ടു, എൻഡ് കട്ടിങ് എഡ്ജുകളും കണ്ടു. അപ്പോൾ അത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോർഷനാണ് നോസ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് the point where the cutting edge meets known as cutting point or nose. It's in the front of the tool. The next base. The bottom surface of the tool is known as base. It is just opposite the surface of the face. The face in the താഴെയുള്ള ബോട്ടം ആയിട്ടുള്ള the base അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടത്തിലുള്ള ആ ഒരു ഇതിലാണെന്ന് പറയുക, സർഫസിലാണെന്ന് പറയുക ബേസ് എന്ന് പറയുന്നത്. ഹീൽ ഈസ് ദ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ഓഫ് ഫേസ് ആൻഡ് ബേസ്. ഫേസിൻ്റെ ബേസിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ് ഹീൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ബേസും ഫേസും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ലൈനാണ് എന്താ പറയുക, ഹീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ആംഗിൾസിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ ആംഗിൾസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ആംഗിൾ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇത് എൻഡ് കട്ടിങ് എഡ്ജ് ഇതാണ്, സൈഡ് കട്ടിങ് എഡ്ജ് ഇതാണ്. അപ്പോൾ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അല്ല ഏതാണ്, അപ്പോൾ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എൻഡ് കട്ടിങ് എഡ്ജ് ഏതെങ്കിലും പോയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കുമല്ലോ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ ഫിഗറിന് പകരം ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്കില്ല, ഈ ഒരു കട്ടിങ് ടൂളിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കിയാലുള്ള ഒരു വ്യൂ അത് നമുക്ക് നോക്കാം. ഇതാണ് ഫിഗർ നമ്പർ 1 ആണ് അത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് എൻഡ് കട്ടിങ്, ഇതാണ് മുകളിൽ നോക്കിയാൽ മനസ്സിലാവും ഇത് എൻഡ് കട്ടിങ് എഡ്ജ് ഒരു വെർട്ടിക്കലായിട്ടുള്ള മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. അപ്പോൾ ഇത് ഡെഫിനിഷനിൽ നോക്കാം, ദ ആംഗിൾ ബിറ്റ്വീൻ എൻഡ് കട്ടിങ് എഡ്ജ് ഓർ ദ ഫ്ലാങ്ക് to the plane perpendicular to the side of the flank is known as end cutting edge angle. അപ്പോൾ ഇത് മനസ്സിലായി കാണാൻ നിങ്ങൾക്ക് ഈ രണ്ട് കട്ടിങ് എഡ്ജ് ഫ്ലാങ്കിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ യൂഷ്വലി വാരീസ് ഫ്രം 5 to 15 ഡിഗ്രി. പിന്നെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ നിങ്ങൾക്ക് നേരത്തെ ഇത് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. അപ്പോൾ ഒബ്വിയസ്ലി സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ സൈഡ് കട്ടിങ് എഡ്ജ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഇതാ ഈ കാണുന്ന ആംഗിൾ, ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. അപ്പോൾ ഈ ഒരു സൈഡ് കട്ടിങ് എഡ്ജ് ഈ ഒരു ഷാങ്കിൻ്റെ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഡെഫിനിഷൻ നോക്കാം, ദ ആംഗിൾ ബിറ്റ്വീൻ സൈഡ് കട്ടിങ് എഡ്ജ് ഓർ ഫ്ലാങ്ക് ടു ദ പ്ലെയിൻ പാരലൽ ടു ദ സൈഡ് ഓഫ് ദ ഷാങ്ക്. ഓക്കെ, അതാ പാരലൽ ടു ദ സൈഡ് ഓഫ് ദ ഷാങ്ക്, ഷാങ്കിൻ്റെ സൈഡിലായിട്ട് ഈ സൈഡ് കട്ടിങ് എഡ്ജുകൾ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഓക്കെ, ഇനി ബാക്ക് റൈറ്റ് ആംഗിൾ. ബാക്ക് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഇത് ഫേസിൻ്റെ ലൈന്, the angle formed to smooth the flowing of chips from the face is known as rake angle. It allows to smooth flow of the chips. Back rake angle is the angle between face and the plane perpendicular to the end cutting edge angle. Okay, end cutting edge angle ഈ ഫേസ് മേക്ക് ചെയ്യുന്ന ആംഗിളിനാണ് ബാക്ക് റേക്ക് ആംഗിൾ. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കട്ടിങ്ങിൻ്റെ ടൂളിൻ്റെ ഫേസ് അത്ര ചെരിഞ്ഞിട്ടാണുള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് അത്ര ചെരിഞ്ഞിട്ടാണുള്ളത്, അതാണ് ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. Back rake angle is the angle between face and the plane. Okay, softer the material, the greater should be the positive rake angle. The back rake angle may be positive or negative or neutral. അപ്പോൾ ബാക്ക് റേക്ക് ആംഗിൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ന്യൂട്രൽ ആകാം. അടുത്ത ആംഗിൾ നോക്കാം, സൈഡ് റേക്ക് ആംഗിൾ. സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ സൈഡ് റേക്ക് ആംഗിൾ നിങ്ങൾ മനസ്സിലാണെങ്കിൽ ടൂളിന് നമുക്ക് ഇത് നോക്കാം. ഈ ടൂളിന് ഈ ബേസിന് എഴുതിയിട്ടുണ്ട് ആ ഭാഗത്ത് നിന്നും ബാക്കിലോട്ടേക്ക് അതിൻ്റെ ഷാങ്ക് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാ വ്യൂ നമുക്ക് നോക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ ആണ് ഇവിടെ മൂന്നാമത്തെ ഫിഗറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സൈഡ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു എഡ്ജസ്, അതായത് ഈ എൻഡ് കട്ടിങ് എഡ്ജ്, ആ ഒരു എഡ്ജ് എത്ര ചെരിഞ്ഞിട്ടാണുള്ളത്
സൈഡിലേക്ക് എത്ര ചെരിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കട്ടിങ് എഡ്ജ് ആംഗിൾ എത്ര അങ്ങോട്ടേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഈ ഫ്ലാങ്കിൻ്റെ ഭാഗത്തേക്ക്, അതായത് സൈഡ് ഫ്ലാങ്കിൻ്റെ ആ ഭാഗത്തേക്ക് എത്ര ചെരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ കട്ടിങ് എഡ്ജ് ആംഗിൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോറി, സൈഡ് റേക്ക് ആംഗിൾ ഉദ്ദേശിക്കുന്നത്. സൈഡ് റേക്ക് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫേസ് ആൻഡ് ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു സൈഡ് കട്ടിങ് എഡ്ജ് ഈസ് നോൺ ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫേസ് ആൻഡ് ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ സൈഡ് cutting edge is known as side rake angle. It allows the chip to flow smoothly when the material is cut by the side cutting edge. The amount by which chip depends on this angle. When the side rake angle increases, the magnitude of chip bending decreases. Smoother the surface finish is produced by larger side rake angle. അപ്പോൾ സൈഡ് റേക്ക് ആംഗിൾ കൂടുതലും കുറയുന്നതനുസരിച്ചിട്ട് ഇതിൽ ചിപ്പ് ഫ്ലോ, അതിലൊക്കെ ബെൻഡിങ് ആംഗിളൊക്കെ എന്തൊക്കെ വ്യത്യാസം വരുന്നതാണ് പറയുന്നത്. ഇനി നമുക്ക് റിലീഫ് ആംഗിൾ നോക്കാം. എൻഡ് റിലീഫ് ആംഗിൾ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫിഗർ നമ്പർ 2 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് എൻഡ് റിലീഫ് ആംഗിൾ. എൻഡ് റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ടൂളിൻ്റെ ആ ഫ്ലാങ്ക് പോർഷൻ എത്ര ചെരിഞ്ഞിട്ടുണ്ട്, വെർട്ടിക്കലായിട്ട് എത്ര ചെരിഞ്ഞിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോൺ ആസ് ദ ക്ലിയറൻസ് ആംഗിൾ. ഇത് ദ ആംഗിൾ ദാറ്റ് അവോയ്ഡ്സ് ടൂൾ വിയർ. ഇറ്റ് അവോയ്ഡ്സ് റബ്ബിങ് ഓഫ് അതായത് ഫ്ലാങ്ക് സർഫസ് ടൂളുമായിട്ട്. ഈ റിലീഫ് ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളാണ്. ഈ ഒരു ആംഗിളിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ടൂളിൻ്റെ ഫ്ലാങ്ക് സർഫസ് എന്ത് ചെയ്യും, വർക്ക് പീസ് മെറ്റലായിട്ട് വരയും, ഫ്രിക്ഷൻ ഉണ്ടാവും, കട്ടിങ് നടക്കാനുണ്ടാവും. അപ്പോൾ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, അപ്പോൾ അതാണ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. എൻഡ് കട്ടിങ് ആംഗിൾ മെയ്ഡ് ബൈ എൻഡ് ഫ്ലാങ്ക് ടു ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ബേസ്. ഓക്കെ, ദ ആംഗിൾ varies from 5 to 10 degrees. സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സൈഡിലെ ആംഗിളാണ്. ഇത് ഫ്രണ്ടിൽ ഇത് കാണുന്ന പോലെ, ഇതിവിടെ നിങ്ങൾ എൻഡ് റിലീഫ് ആംഗിൾ പോലെ സൈഡിൽ, അതായത് നിങ്ങൾ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് സൈഡ് റിലീഫ് ആംഗിൾ. അതായത് ഈ പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ആംഗിളാണ്, അതായത് സൈഡ് ഫ്ലാങ്ക് വെർട്ടിക്കലായി എത്ര ചെരിവുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോസ് റേഡിയസ് എന്ന് പറയുന്നത് ഇത് ഇൻ്റർസെക്റ്റിംഗ് ഏരിയ, അതിൻ്റെ റേഡിയസാണ് നോസ് റേഡിയസ് എന്ന് പറയുന്നത്. അതായത് നോസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, അതിൻ്റെ റേഡിയസാണ് നോസ് റേഡിയസ് എന്ന് പറയുന്നത്. ദെൻ ടൂൾ ജോമെട്രി, മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ ജോമെട്രിയാണ് പറയുന്നത്. സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിന് പോലെ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളിനും ടൂൾ ജോമെട്രി ഉണ്ട്. അതിൽ നോക്കാം കട്ടിംഗ് എഡ്ജ്, ദെൻ ഫില്ലറ്റ്, ക്ലിയറൻസ് ആംഗിൾ, റിലീഫ് ആംഗിൾ. മെയിനായിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് റേക്ക് ആംഗിളും ക്ലിയറൻസ് ആംഗിളുമാണ്. എല്ലാ ടൂൾസിനും ഉണ്ടാകുന്ന ആംഗിളാണ്, പ്രൈമറി ആയിട്ടുള്ള ആംഗിൾസാണ് ഇത് റേക്ക് ആംഗിളും ക്ലിയറൻസ് ആംഗിളും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിനെ കുറിച്ചാണ്. നോക്കാം. സ്ലൈഡ് ശ്രദ്ധിക്കുക. കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. മെയിൻ ടൈപ്സ് ഓഫ് ടൂൾ മെറ്റീരിയൽസ് റേഞ്ചിങ് ഫ്രം ഹൈ കാർബൺ സ്റ്റീൽ ടു സെറാമിക്സ് ആൻഡ് ഡയമണ്ട്സ് ആർ യൂസ്ഡ് ആസ് എ കട്ടിംഗ് ടൂൾസ് ഇൻ ടുഡേയ്സ് മെറ്റൽ വർക്കിംഗ് ഇൻഡസ്ട്രി. കട്ടിംഗ് ടൂൾ, അപ്പോൾ ഇനി കട്ടിംഗ് ടൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കട്ടിംഗ് ടൂളിന് അത്യാവശ്യം വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ കട്ടിംഗ് ടൂൾ മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് അറ്റ് elevated temperatures, also called hot hardness or red hardness. അതായത് കട്ടിംഗ് ടൂളിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. കട്ടിംഗ് ടൂൾ എല്ലാ ടെമ്പറേച്ചറിലും അതിൻ്റെ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഹോട്ടായിരിക്കുന്ന സമയത്തും അതിൻ്റെ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ചില മെറ്റീരിയൽ കുറച്ച് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് സോഫ്റ്റൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതിൻ്റെ കട്ടിങ് എബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കട്ടിംഗ് ടൂളിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ടഫ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഷോക്ക് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും വൈബ്രേഷൻസ്, ഷോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് അബ്സോർവ് ചെയ്യണം, ഷോക്ക് അബ്സോർവ് ചെയ്യണം. ടഫ്നെസ് കുറയുമ്പോൾ സംഭവിക്കും, ബ്രിട്ടിൽനെസ് കൂടും. അപ്പോൾ ടൂൾ മെറ്റീരിയൽ ബ്രിട്ടിലാകുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് ടഫ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് ഇത് വിയർ റെസിസ്റ്റൻസ്. വിന്നിങ് ഒരു പ്രോപ്പർട്ടീസിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. വിയർ റെസിസ്റ്റൻസ്, അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതിന് വിയർ ആൻഡ് ടിയറിന് റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി കട്ടിംഗ് ടൂളിനുണ്ടായിരിക്കും. കാരണം കട്ടിംഗ് ടൂളിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതിനെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. കട്ടിംഗ് ടൂൾ കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അത് വിയർ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി കട്ടിംഗ് ടൂളിന് വേണം. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് വരുന്നതാണ്. അപ്പോൾ കുറേ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കട്ടിങ് എഡ്ജസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതായത് വിയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ് എഡ്ജ് അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് അടുത്ത കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റിൽ വരുന്ന ഹൈ കാർബൺ സ്റ്റീൽ, ദെൻ ഹൈ സ്പീഡ് സ്റ്റീൽസിൻ്റെ നിങ്ങൾക്ക് അറിയാം ക്ലാസിഫിക്കേഷൻസ് കാണുന്നുണ്ടാകും നിങ്ങൾ. ടങ്സ്റ്റൺ സ്റ്റീൽസ്, ടി എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ മോളിബ്ഡനും ഹൈ സ്പീഡ് സ്റ്റീൽ,
കൊബാൾട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ സി സീരീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പോസിഷനൊക്കെ നമുക്ക് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ അതായത് നിങ്ങൾ ഇതിൽ മെയിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാനതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ദെൻ സെറാമിക്സിൽ വരുന്ന ടങ്സ്റ്റൺ കാർബൈഡും ടൈറ്റാനിയം കാർബൈഡാണ്. ദെൻ സെറമൻസ്, ദെൻ ഡയമണ്ട്സ്, സിമെൻറ്റ് കാർബൈഡ്, ക്യൂബിക് ബോറോൺ നൈട്രേറ്റ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സെക്ഷനിൽ ഉപയോഗിക്കാൻ പോകുന്ന ടൂളുകളെ ആണ് ഞാനിവിടെ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ കണ്ടിന്യൂ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷനിൽ ആദ്യം വരുന്നത് കാർബൺ. ഇതിൽ നോക്കാം, സ്റ്റീൽ വിത്ത് കാർബണിക് കണ്ടന്റ് റേഞ്ചിങ് ഫ്രം 1 to 1.2% വാസ് ദ ഏർലിയസ്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ മെഷീൻ ടൂൾസ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ അതായത് ഈ പിന്നെ സെറാമിക്സ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഉപയോഗിച്ചിരുന്ന കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ കാർബൺ സ്റ്റീൽസ് ആയിരുന്നു. അപ്പോൾ കാർബൺ സ്റ്റീൽസ് കാർബണിൻ്റെ കണ്ടന്റ് അതിൽ പറഞ്ഞിട്ട് 1 to 1.2%. പക്ഷേ കാർബൺ സ്റ്റീൽസിന് കുഴപ്പമുണ്ടായിരുന്നു, കാരണം ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ ഹാർഡ്നെസ്സും പ്രോപ്പർട്ടീസൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ടെമ്പറേച്ചർ പറഞ്ഞിട്ട് അതായത് ഇത് സ്റ്റാർട്ട് സോഫൻ അറ്റ് 180 degrees Celsius. അതുകൊണ്ട് അത് വലിയ ലിമിറ്റേഷൻ ആയിരുന്നു. സച്ച് ടൂൾസ് ആർ റെയർലി യൂസ്ഡ് ഫോർ മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷൻസ്. പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് കണ്ടെയ്ൻ about 0.9% and about 1% making hardened to 62 rockwool hardness are widely used for wood working സ്റ്റീൽസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. നെക്സ്റ്റ് ആണ് ഹൈ സ്പീഡ് സ്റ്റീൽ എന്നത്. ഹൈ സ്പീഡ് സ്റ്റീൽ ഇതാണ് നമ്മളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത്, കാരണം നമ്മുടെ സെക്ഷനിൽ ഉപയോഗിക്കുന്നത് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീലാണ്. അപ്പോൾ ഹൈ സ്പീഡ് സ്റ്റീൽസ് തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടി സീരീസ് ഉണ്ട്, എം സീരീസ് ഉണ്ട്, സി സീരീസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഹൈ സ്പീഡ് സ്റ്റീലിനെ കുറിച്ച് പറയുന്നത് നമ്മളതിനെ ഇങ്ങനെ പേര് കിട്ടി നോക്കാം. ഹൈ സ്പീഡ് എന്നാൽ അത് വളരെ ഹൈ സ്പീഡിൽ അതിനെ കട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഉപയോഗിക്കുന്ന കട്ടിങ് ടൂൾ ആയതുകൊണ്ടാണ്, മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അതിൻ്റെ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അങ്ങനെ പേര് തന്നെ അങ്ങനെ വന്നത്. അപ്പോൾ അത് അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡെവലപ്ഡ് അറൗണ്ട് 1900. ദെൻ HSR മോസ്റ്റ് ഹൈലി അലോയ്ഡ് ടൂൾ സ്റ്റീൽസ്. അതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 1841 ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. 1841 ഹൈ സ്പീഡ് സ്റ്റീലാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ടി ഗ്രേഡ്സ്, അതിനെ ടങ്സ്റ്റൺ ഗ്രേഡ്സ് എന്ന് പറയുക. കാരണം അതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് നോക്കാം. 18% ടങ്സ്റ്റൺ ആണ്, ദെൻ 4% ക്രോമിയം, 1 to 5% വനേഡിയം. ഇതാണ് അതിൻ്റെ കോമ്പോസിഷൻ. ഓക്കെ, 12 to 18% ടങ്സ്റ്റൺ, പിന്നെ 4% ക്രോമിയം, 1 to 5% വനേഡിയം. ഇതാണ് ടി ഗ്രേഡ്, ടങ്സ്റ്റൺ ഹൈ സ്പീഡ് സ്റ്റീൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എം സീരീസ് ആണ്. എം സീരീസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എം സീരീസ് എം ഉദ്ദേശിക്കുന്നത് മോളിബ്ഡൻ ആണ്. അപ്പോൾ മോളിബ്ഡൻ്റെ അഡിഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് വലിയ വേരിയേഷൻ വരുന്നുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതിന് 95% ഓൾ ഹൈ സ്പീഡ് സ്റ്റീൽസ് ആർ മെയ്ഡ് ഫ്രം എം സീരീസ് ഗ്രേഡ്സ്. ദാറ്റ് കണ്ടെയ്ൻസ് 5 to 10% മോളിബ്ഡനും ഉണ്ടാകും. 5 to 10%. ബാക്കിയൊക്കെ അലൈങ് എലമെൻറ്റ്സ് ഒക്കെ സെയിം തന്നെ, പക്ഷേ ഇതിൽ ഒരു മോളിബ്ഡനും കൂടി വരുന്നുണ്ട്. നമുക്ക് സി സീരീസ് നോക്കാം. സി സീരീസിൽ എന്താണ് ഇതിനെ കൂടാതെ നമ്മൾ എന്താ വരുന്നത്, അതായത് മോളിബ്ഡനത്തിന് പകരം എന്ത് വരും, കൊബാൾട്ട് വരും. അതുകൊണ്ടാണ് സി സീരീസ് എന്ന് പറയുന്നത്. കൊബാൾട്ട് വരുന്നത് 5 to 10% കൊബാൾട്ട് വരും. അതുകൊണ്ടാണ് സി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനം ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെയാണ് ടി സീരീസ് ഉണ്ട്, എം സീരീസ് ഉണ്ട്, സി സീരീസ് ഉണ്ട്. ടി ഗ്രേഡ്സ്, എം ഗ്രേഡ്സ് ആൻഡ് സി ഗ്രേഡ്സ്. അപ്പോൾ ഇനി HSR ടൂൾസിനെ കുറിച്ച് നോക്കാം. HSR ടൂൾസ് ആർ ടഫ് ആൻഡ് suitable for interrupted cutting and are used to manufacture tools of complex shapes such as drill, reamers, tabs, then gear cutters. Tool may also be coated to improve wear resistance. ചില ടൂൾസിൽ നമ്മൾ കോട്ടിങ് ഉപയോഗിക്കും. ഓക്കെ, HSR accounts for the largest tonnage of tool materials commonly used. Typical cutting speed 10 to 60 meter per minute. ഓക്കെ, സെറാമിക്സ്, അലൂമിനിയൊക്കെ കട്ടിംഗ് ടൂൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഏർലി 1950. ഓക്കെ, 1950 അലൂമിന എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡാണ്. ടു ക്ലാസ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് ടൂൾസ്. ഫൈൻ ഗ്രെയിൻ ഹൈ പ്യൂരിറ്റി അലൂമിനിയം ഓക്സൈഡ് ആൻഡ് സിലിക്കോൺ നൈട്രേറ്റ് ആർ ദ pressed into inside tip shapes and sintered at high temperatures. Additions of titanium carbide, സിർക്കോണിയം ഓക്സൈഡ് മേ ഓൾസോ മേഡ് ടു ഇംപ്രൂവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇതിൽ കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഓക്സൈഡും സിലിക്കോൺ നൈട്രൈഡും അതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, അതിനെ മിക്സ് ചെയ്തിട്ട് പിന്നെ ടൈറ്റാനിയം കാർബൈഡും സിർക്കോണിയം അതൊക്കെ കൂടിയിട്ട് അതൊരു പൗഡർ ഫോമിലുണ്ടാവും. പൗഡർ ഫോമിലാണ് എല്ലാം മിക്സ് ചെയ്തിട്ട് അതിനെ സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അതിനെ പ്രസ് ചെയ്യും, ഡൈസിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ പ്രസ് ചെയ്യുന്ന സംഭവിക്കുന്ന ഇതെല്ലാം കൂടിയിട്ട് ഒരു കോമ്പാക്റ്റ് ചെയ്തിട്ട് മെറ്റലായിട്ട് മാറും. അപ്പോൾ അതാണ് സെറാമിക്സിലാണ് ഇത് വരുന്നത്. അലൂമിനിയം ഉപയോഗിക്കുന്നത്. ടിപ്സ് ഹൈ, ഇതിൻ്റെ ഹൈ അബ്രഷൻ റെസിസ്റ്റൻസ്. മെയിനായിട്ടുള്ള പിന്നെ എലമെൻറ്റ് എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡ്. അതിൻ്റെ കൂടെ ചില എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നുള്ളൂ.
Then abrasion resistance, hot hardness, there is superior chemical stability compared to high speed steel and carbides. They are less likely to be adhered to metal during cutting and consequently low tendency built up edge. Built up edge എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മെറ്റീരിയൽ ഇതിൻ്റെ മുകളിൽ കട്ടിങ് ടൂളിൻ്റെ മുകളിൽ ഈ വർക്ക് പീസ് മെറ്റീരിയൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ കട്ടിങ് എഡ്ജസിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ കട്ടിങ് എഡ്ജ് എക്സ്പോസ് ആകേണ്ടി വരും. അപ്പോൾ കട്ടിങ് കുറയും ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു ഇതാണ്. Then main weakness is low toughness. Negative rake angles are often used to avoid chipping due to the low tensile strength. Stiff machine tools, work setups should be used when machining with the ceramic tools. നമുക്ക് അടുത്ത് നോക്കാം. Cast and cobalt alloys. Introduced in the early 1990s, these alloys have compositions about 40 to 55% cobalt, 30% chromium, 10 to 20% tungsten, and are not heat treatable. Maximum hardness level is 64 Ocul hardness, and they have good wear resistance. Not as tough as high speed steel, but can be used at somewhat higher speeds than high speed steel. Not only in limited use. Cast cobalt alloys ഒക്കെ then the toughness ഹൈ സ്പീഡ് സ്റ്റീലിനെ കുറപ്പെട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് റയറായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. നെക്സ്റ്റ് കാർബൈഡ്സ് ആണ് നമ്മൾ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ സ്പീഡ് സ്റ്റീൽ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് കാർബൈഡ്. കാർബൈഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. ടങ്സ്റ്റൺ കാർബൈഡ് ഉണ്ട്, ടൈറ്റാനിയം കാർബൈഡ് ഉണ്ട്. ബോത്ത് മേ ബി കോട്ട് ചെയ്യാം, അൺകോട്ട് ചെയ്യാം. ടങ്സ്റ്റൺ കാർബൈഡ്സിൽ ദർ ബോണ്ടഡ് ടുഗദർ ഇൻ കോബാൾട്ട് മാട്രിക്സ് യൂസിങ് പൗഡർ മെറ്റീരിയൽ. അപ്പോൾ കോബാൾട്ടും ടങ്സ്റ്റൺ കാർബൈഡിൻ്റെ ഒരു പൗഡർ ഫോമിൽ അതിനെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിന് കോമ്പാക്ട് ചെയ്തിട്ട് സിൻഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയിട്ട് അതിനെ എന്ത് ചെയ്യും, റിക്കേഡ് ഷേപ്പിലേക്ക് ഇൻസേർട്ട് ഷേപ്പിലേക്ക് മാറ്റും. നിങ്ങൾ ആദ്യം നമ്മൾ ടൂൾസിൻ്റെ ഫിഗറൊക്കെ കാണിച്ചപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാകും ചെറിയ ടൂൾ ബിറ്റുകൾ. അതാണ് ഈ സംഭവം. അപ്പോൾ ടങ്സ്റ്റൺ കാർബൈഡ് ടൂൾസ് ആർ മോസ്റ്റ്ലി യൂസ് ഫോർ മെഷീനിങ് സ്റ്റീൽസ്, കാസ്റ്റ് അയൺ, അബ്രസീവ്, നോൺ ഫെറസ് മെറ്റീരിയൽസ് ഒക്കെ. പിന്നെ ടൈറ്റാനിയം കാർബൈഡ് ഹയർ അതായത് ഈ ടൈറ്റാനിയത്തിന് ഇതിനെക്കാട്ടും വിയർ റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് ടങ്സ്റ്റൻ്റെ അത്ര ടഫല്ല. അപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് നടത്തും. വിത്ത് നിക്കൽ മോളിബ്ഡൻ അലോയ്സ് മാട്രിക്സ്, titanium carbide is suitable for machining at higher speeds, and then those with can be used for tungsten carbide. അതായത് നിക്കൽ മോൾഡിന് അലോയിങ് എലമെൻറ്റ് യൂസ് ചെയ്യുന്ന ടൈറ്റാനിയം കാർബൈഡ് മെഷീൻ ഹൈ സ്പീഡിൽ മെഷീൻ ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്കിനി ക്യൂബിക് ബോറോൺ നൈട്രേറ്റിനെ കുറിച്ച് പറയാം. നോക്കാം. നമുക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഏർലി 1960. ദിസ് ഇസ് ദ സെക്കൻഡ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ അവൈലബിൾ ആഫ്റ്റർ ഡയമണ്ട്. അതായത് ഡയമണ്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ആയിട്ടുള്ള ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് ക്യൂബിക് ബോറോൺ നൈട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണത്. അതുകൊണ്ട് അതിന് കട്ടിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ ചെറിയ ടിപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലെയറൊക്കെയാണ്. നിങ്ങൾക്ക് നോക്കാം. CBN ടൂൾസ് മേ ബി യൂസ്ഡ് ഇൻ ദ ഫോം സ്മോൾ സോളിഡ് ടിപ്സ് ഉണ്ട്. 0.5 to 1 mm വരെയുള്ള സോളിഡ് ടിപ്സായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യും, അതിനെ സിൻഡർ ചെയ്ത് ഫ്യൂസ് ചെയ്തിട്ട് കാർബൈഡിൻ്റെ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഫ്യൂസ് ചെയ്തിട്ട് പ്രഷർ ഉപയോഗിച്ചിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതിന് ആ ഒരു ചെറിയ ഫ്യൂസ് ചെയ്ത ഭാഗം നല്ല കട്ടിങ് കൊടുക്കുകയും ചെയ്യും. അത് അതിൻ്റെ കാർബൈഡ് പോർഷൻ അതിന് ഷോക്ക് റെസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യും. CBN ലെയർ അത് ഹൈ വിയർ റെസിസ്റ്റൻസ് ഉള്ള കട്ടിങ് എബിലിറ്റി ഉള്ള ലെയറും കിട്ടും. അതിൻ്റെ താഴെയുള്ള പോർഷൻ, അതായത് ഫ്യൂസ് ചെയ്ത പോർഷൻ കാർബൈഡ് ആയിരിക്കും. അത് പിന്നെ ടഫ്നെസ്സും കൊടുക്കും. അതിന് ഷോക്ക് അബ്സോർവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി. ദെൻ ക്യൂബിക് ബോറോൺ നൈട്രേറ്റ് സ്റ്റാൻഡേർഡ് ചോയ്സ് ഫോർ മെഷീനിങ് അലോയ് ആൻഡ് ടൂൾ സ്റ്റീൽസ് വിത്ത് ഹാർഡ്നസ് ഓഫ് 50 RCR ഹയർ 50 റോക്കൽ ഹാർഡ്നസ് മുകളിൽ വരെ 50 ആൻഡ് എബോവ് മെഷീൻ ചെയ്യാനുള്ള ചോയ്സാണ് ഇത് CBN എന്ന് പറയുന്നത്. ടിപ്പ് കട്ടിങ് സ്പീഡ് 30 to 30 to 310 ഹയർ. നമുക്ക് ഡയമണ്ടിനെ കുറിച്ച് നോക്കാം. ഡയമണ്ടിന് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡയമണ്ട്. അത് സിംഗിൾ ക്രിസ്റ്റലൈനിലും ഉണ്ടാവും, പോളി ക്രിസ്റ്റലൈനിലും ഉണ്ടാവും. അപ്പോൾ സിംഗിൾ ക്രിസ്റ്റലൈൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സിംഗിൾ ക്രിസ്റ്റലിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് അത് മൗണ്ട് ചെയ്യണം. അപ്പോൾ ഓറിയൻറ്റേഷൻ ശരിയല്ലെങ്കിൽ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പോളി ക്രിസ്റ്റലൈൻ ഡയമണ്ടിൽ നമുക്ക് ഓറിയൻറ്റേഷൻ പ്രശ്നമല്ല. ഇത് കൺസ് ഓഫ് വെരി നോക്കിയത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൺസ് ഓഫ് വെരി സ്മോൾ സിന്തറ്റിക് ക്രിസ്റ്റൽസ് ഫ്യൂസ്ഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ടു ദ പ്രോസസ് ടു തിക്നെസ് ആൻഡ് 0.5 to 1 mm ചെറിയ തിക്നെസ്സിൽ അതിനെ ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം മൊത്തം മെറ്റീരിയൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷൻ കട്ടിങ്ങിന് മതി. അപ്പോൾ അതിലെ റിസൾട്ട് സിമിലർ ടു ക്യൂബിക് ബോറോൺ ടൂൾസ്. ദ റാൻഡം ഓറിയൻറ്റേഷൻ ഇൻ ദ ഡയമണ്ട് ക്രിസ്റ്റൽസ് പ്രിവെൻറ്റ്സ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ക്രാക്സ്. അതായത് പോളിക്രിസ്റ്റലൈനിൽ ഓറിയൻറ്റേഷൻ പ്രശ്നമല്ല, പക്ഷേ സിംഗിൾ ക്രിസ്റ്റലൈനിൽ ആ ഓറിയൻറ്റേഷൻ മാറിയപ്പോൾ എന്ത് ചെയ്യുക, അതിന് ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ ബിക്കോസ് ഓഫ് ദിസ് റിയാക്ടിവിറ്റി PCD is not suited for machining plain carbon steel. അപ്പോൾ ബിക്കോസ് ഓഫ് ദി റിയാക്ടിവിറ്റി കൊണ്ട് പോളിക്രിസ്റ്റലൈൻ ഡയമണ്ട്, പ്ലെയിൻ കാർബൺ സ്റ്റീൽസ്, നിക്കൽ, ടൈറ്റാനിയം ഇതൊക്കെ മെഷീൻ ചെയ്യാൻ വേണ്ടി നോട്ട് സൂട്ടബിൾ അല്ല. PCD is most suited to light uninterrupted finishing cuts and at most any speed and is mainly used for very high speed machining of aluminum, silicon alloys, composites and other
നോൺ മെറ്റാലിക് മെറ്റീരിയൽസ്. ടിപ്പിക്കൽ കട്ടിംഗ് സ്പീഡ് എത്രയാണ്? 200 to 2000 മീറ്റർ പെർ മിനിറ്റാണ്. അപ്പോൾ ഇതുകൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ കട്ടിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒന്നും ക്ലിയർ ആക്കി. അപ്പോൾ ഇനി നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മെഷീൻ ഷോപ്പിലേക്ക് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ക്ലാസ് തന്നു വിചാരിക്കുന്നു.